ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞങ്ങൾ ഷാർജ നാഷണൽ പാർക്കിൽ ഒത്തുകൂടിയ ദിവസമായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാനും ഷംസുഖും കൂടി ഇന്നലെ പോയത്. അപ്പോൾ ഞങ്ങൾ ഷാർജ നാഷണൽ പാർക്കിൽ ഒത്തുകൂടിയത് അജ്മാലിലുള്ള ഞങ്ങൾ ഒരു കൂട്ടായ്മ, അവരുടെ കൂട്ടായ്മയിലുള്ള അംഗങ്ങളും അവരുടെ ഫാമിലിയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഗേറ്റ് നമ്പർ 2-ൽ. ഇവിടെയാണ് ബാർബിക്യൂ ഉള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് ഞങ്ങൾ ബാർബിക്യൂ ഉള്ളത് കൊണ്ട് ഈ ഭാഗത്ത് ഞങ്ങൾ വന്നത്. അപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ വരുന്ന സ്ഥലമുണ്ടത്. ഷാർജ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഷാർജ എയർപോർട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റിലുള്ളതാണത്. ഇവിടെ എന്ന് പറയുന്നത് എന്താ പറയുക, ഇതേപോലെ എല്ലാവരും ഒന്നിച്ച് കൂടും. അത് ബാർബിക്യൂ അങ്ങനെയുള്ള ഫുഡായാലും അതേപോലെ കുടുംബയോഗങ്ങളായാലും അതേപോലെ ഓരോ കൂട്ടായ്മകളുടെ സംഘങ്ങൾ ഇവിടെ വരാറുണ്ട്. അതേപോലെ കുട്ടികൾ കളിക്കാനും എല്ലാത്തിനും സൗകര്യമുള്ളതാണ്. അതേപോലെ ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ. അത് നമ്മളുടെ ഈന്തപ്പഴത്തിൻ്റെ മരമായാലും ആര്യവേപ്പായാലും കാഫ് മരമായാലും ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ എത്ര ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല. അതേപോലെ നല്ല വലിയ വലിയ ആലുകളുണ്ട് കേട്ടോ. നല്ല ആല് നമ്മളവിടെയൊക്കെ അമ്പലങ്ങളിലൊക്കെയാണ് കൂടുതലും കാണാറ്. അമ്പലങ്ങളുടെയും പള്ളിമുറ്റത്തൊക്കെയാണ് വലിയ ആലുകളൊക്കെ കാണാറ്. അപ്പോൾ അങ്ങനെയുള്ള ആലുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ ഈ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ ഇതേപോലെ ഓരോ കൂട്ടായ്മ സംഘടനകളൊക്കെ ഉണ്ടാകും. ഇതേപോലെ കുടുംബയോഗങ്ങളായിട്ടും കുടുംബമായിട്ടും ഒക്കെ വന്നിട്ട് ഇതേപോലെ കൂടുക, അതൊക്കെ സന്തോഷം കിട്ടാണ്. അതേപോലെ നമ്മളുടെ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ നിലനിർത്താനും ഇത് കാത്തു സൂക്ഷിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ പല തിരുവനന്തപുരം തുടങ്ങിയിട്ട് കാസർഗോഡുള്ള ആളുകളുണ്ട് ഇതിൽ. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാണ്. അപ്പോൾ എല്ലാവരായിട്ടും ഒരു സൗഹൃദം ബന്ധങ്ങൾ നിലനിർത്താൻ ഇങ്ങനെയുള്ള ഇതിനൊക്കെ കഴിയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ പ്രത്യേകിച്ചും കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് കൂടി കണ്ടപ്പോൾ അവർക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയായിരുന്നു. കളിക്കാനും വോളിബോൾ കളിക്കാനും അതേപോലെ എല്ലാത്തിനും ഷട്ടിലായാലും അവരമ്മിൽ ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ കുട്ടികളായിട്ട് നല്ല അടുപ്പം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഫുഡിൻ്റെ കാര്യം പറയാൻ കേട്ടോ. ഇവരൊക്കെ ഓരോരുത്തരും അതിൻ്റെ എഫക്റ്റ് എടുത്തങ്ങായിട്ട് എന്താ പറയുക, അടിപൊളി ഫുഡായിരുന്നു. അത് അവിടെ തന്നെ നമ്മൾ കൊണ്ടുവന്നിട്ട് ലൈവായിട്ട് തന്നെയാണ് എല്ലാം ചെയ്തത്. അപ്പോൾ അതിന് ഇവർക്ക് നേതൃത്വം നൽകിയതെന്ന് വെച്ചാൽ അത് പറയാൻ വാക്കുകളില്ല. അത്രയും അടിപൊളിയായിട്ട് അവരത് കറക്റ്റായിട്ട് ചെയ്തു. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഇനിയും കൂടാനും അതേപോലെ എല്ലാവർക്കും ഇതുപോലെ ഒന്നിച്ചു കൂടാൻ കഴിയട്ടെ. ഈ ഒന്നിച്ചു കൂടലോട് അതൊക്കെ ഒരു ദൈവം നമ്മളെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുവാനും കഴിയട്ടെ. ദൈവം നമ്മളെ ഇതിനൊക്കെ പ്രോത്സാഹനം തരട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കണ്ടുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.